കരിപ്പനിച്ചായന്റെ തൊട്ടാവാടി പെണ്ണ്. രചന ചെമ്പരത്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. സർ, എന്നെ രക്ഷിക്കണം, ആരിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. പെട്ടെന്ന് ഡാനിയുടെ ബുള്ളറ്റ് നിർത്തിച്ച് കരഞ്ഞുകൊണ്ടുവന്ന നിഹാലികയുടെ ശബ്ദത്തിൽ അസാധാരണമായ ഭയമുണ്ടായിരുന്നു. ആൾ പിന്നിലേക്ക് വിരൽ ചൂണ്ടി ഒരു വാൻ അല്പാകലെയായി നിർത്തിയിട്ടിരിക്കുന്നു. അതിൽ നിന്ന് 3 പേർ വേഗത്തിൽ അവളെ ലക്ഷ്യമാക്കി നടന്നു വരുന്നു. അത് കേട്ടതും ഡാനിയിൽ ഒട്ടും ആലോചിച്ചില്ല. ബുള്ളറ്റിൽ നിന്ന് ചാടിയിറങ്ങിയവൻ ആ 3 പേർക്ക് നേരെ പാഞ്ഞെടുത്തു. വേഗതയിൽ തന്നെ ആദ്യത്തെ ആളുടെ മുഖത്ത് ഡാനിയലിന്റെ ഒരു ഇടി കിട്ടി. രണ്ടാമത്തേവനെ അവൻ പിടിച്ചു തള്ളി. ഡാനിയലിന്റെ ആവേശകരമായ ഇടപെടൽ കണ്ടപ്പോൾ അവരൊന്ന് പതറി. പെട്ടെന്നാണ് അവൾ വീണ്ടും അലറിയത്. അയ്യോ, ഇടിക്കലേ, വേണ്ട, നിർത്തൂ, ഇതൊരു പ്രാങ്കാ. ഡാനി പെട്ടെന്ന് നിന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവൻ ചുറ്റും നോക്കി. പെട്ടെന്നാണ് കുറച്ചുപേര് ഒരു പൊട്ടിച്ചിരിയുമായി വന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു, ഞങ്ങളൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്താ. ആ മരത്തിനുള്ളിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ആറ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു. അത് കേട്ടതും ഡാനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിനക്കൊക്കെ ഭ്രാന്താണോടാ? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ അത്യാവശ്യം കിടപ്പുണ്ട്, അവർക്ക് അടിയന്തരമായിട്ട് ബ്ലഡ് ആവശ്യമാണ്. അത് കൊടുക്കാൻ പാഞ്ഞു വരുന്നു ഞാൻ. ഓരോ സെക്കൻഡിന്റെയും വില എന്താണെന്ന് അറിയോ നിനക്കൊക്കെ? ഒരു മനുഷ്യന്റെ ജീവന്റെ വില അറിയോ? വെറും റീച്ചിന് വേണ്ടി ഓരോന്ന് കോലം കെട്ടി റോഡിൽ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മേലാൽ ഇതുപോലെ ആരെങ്കിലും മേലെ പ്രാങ്ക് എന്ന് പറഞ്ഞ് കേറിയെന്ന് ഞാൻ അറിഞ്ഞാറുണ്ടല്ലോ, പെണ്ണാണെന്ന് നോക്കില്ല ഞാൻ അടി ചുമരി കയറ്റും. അവൻ ആ പെൺകുട്ടിയെ രൂക്ഷമായി നോക്കി ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് വേഗത്തിൽ ഓടിച്ചു പോയി. ഡാനി പോയി കഴിഞ്ഞു. നിഹാലിക ദേഷ്യത്തോടെ തന്റെ സുഹൃത്തുക്കളെ നോക്കി പറഞ്ഞു, നിന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ ഇങ്ങനത്തെ വീഡിയോസിനൊന്നും ഞാൻ ഇല്ലെന്ന്. യൂട്യൂബിൽ റീച്ച് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളല്ലേ എന്നെ നിർബന്ധിച്ച്. എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ വന്ന്. ഇപ്പം എന്തായി? അയാളുടെ വായിലിരിക്കുന്ന മൊത്തം കിട്ടിയില്ലേ? അതും പറഞ്ഞ് നീ ദേഷ്യത്തോടെ അവിടെ നടന്നു പോയി. അവരിലൊരാൾ ദയനീയമായി പറഞ്ഞു, എടീ, നിനക്ക് വഴക്ക് മാത്രമല്ലേ കിട്ടിയുള്ളൂ, ഞങ്ങൾ കിട്ടിയ നല്ല അടിയാ. ഒരുക്ക പോലത്തെ കൈയായിരുന്നു, പകച്ചു പോയി എൻ്റെ ബാല്യം. നീ അപ്പ പ്രാങ്കാണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലേ എന്റെ വരാനിരിക്കുന്ന വാർദ്ധക്യടക്കം പകച്ചുപോയി ഞാൻ പണ്ടാരടങ്ങി ആയുസ് തീർന്നേനെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത തടിയാ, എന്റെ ഡാഡി തറഞ്ഞാലുണ്ടല്ലോ. ചിരിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് നടന്നീ. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം ഡാനി തന്റെ ബുള്ളറ്റിൽ യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ ഒരു വിജനമായ സ്ഥലത്ത് നിഹാലിക വീണിടക്കുന്നവൻ കണ്ടു. അവളുടെ കയ്യിലും തലയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഡാനി ബുള്ളറ്റ് നിർത്തി അവളെ നോക്കി. ദേഷ്യവും സംശയവും കലർന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു, പ്രാങ്ക് നിർത്തിയില്ലേ? എവിടെ നിന്റെ ക്യാമറ? നിന്റെ സുഹൃത്തുക്കളെവിടെ? ഒളിച്ചിരിക്കുകയാണോ? ആൾ വേദനയോടെ അവനെ നോക്കി വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഒരു വണ്ടി ഇടിച്ചിട്ട് പോയതാ, എന്നെ രക്ഷിക്കണം. ഇതൊരു നാടകമാണെന്ന് വിശ്വസിച്ച ഡാനി ആളിൽ നിന്ന് പുച്ഛത്തോടെ നോക്കി വീണ്ടും ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. കുറച്ചു ദൂരെ ചായക്കടയിൽ നിർത്തിയപ്പോൾ അന്ന് ആ പ്രാങ്ക് വീഡിയോയിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ ഡാനി കണ്ടു. അവനെ കണ്ടതും അവരടുത്തേക്ക് വന്നു. അതെ, നീ അന്ന് പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും വീണ്ടും കണ്ടാൽ നിങ്ങളൊരു സോറി പറയണം. അവൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും തീരെ താല്പര്യമില്ല. ഞങ്ങൾ നിർബന്ധിച്ചോണ്ടാ അന്ന് അവൾ വന്ന്. അവളൊരു പാവം കുട്ടിയാ. നിങ്ങളൊന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. ആറ് പറഞ്ഞു കേട്ടതും അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അപ്പോൾ കണ്ടത് നാടകമായിരുന്നില്ല, ശരിക്കും നടന്ന അപകടമായിരുന്നു. ഒന്നും ചിന്തിക്കാൻ നിൽക്കാൻ ബുള്ളറ്റ് തിരിച്ചു വിട്ടു. ആ വിജനമായ സ്ഥലത്ത് ചോരയിൽ കുളിച്ച് അനക്കമില്ലാതെ അവൾ കിടപ്പുണ്ടായിരുന്നു. ഡാനി ബുള്ളറ്റിൽ നിന്ന് ചാടിയിറങ്ങി ഓടിയെത്തി. അവളുടെ മുഖത്ത് രക്തം പറ്റിപ്പിടിച്ചിരുന്നു. ഡാനി വിറക്കുന്ന കൈകളോട് അവളെ വാരിയെടുത്തു. അവളുടെ ശരീരം തണുത്തു തുടങ്ങിയിരുന്നു. നിഹാ, കണ്ണൂർക്ക്, നിഹാ, അവൻ ഉറക്കെ വിളിച്ചു. അവളെ സംശയിച്ച് അവഗണിച്ചു പോയ നിമിഷത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ മനസ്സ് നീറി. അവൻ വേഗം ആംബുലൻസ് വിളിച്ചു. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് പുറമെ നീണ്ട വരാന്തയിൽ ഡാനി തകർന്നിരുന്നു. ഡോക്ടർ പുറത്തിറങ്ങി വന്നു. അതെ, ആ കുട്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ രക്തം കയറ്റണം, അല്ലെങ്കിൽ അപകട. AB നെഗറ്റീവാണ് ഗ്രൂപ്പ്, ഇവിടെ സ്റ്റോക്കില്ല. ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. ഡാനി മുന്നോട്ട് വന്നു. ഡോക്ടർ, എൻ്റെ രക്തം എടുത്തോളൂ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണ്. രക്തം ദാനം ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴും ഡാനിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. കുറ്റബോധം അവൻ്റെ ഉള്ളിൽ നേറിക്കൊണ്ടിരുന്നു. അവളോട് ദേഷ്യപ്പെട്ടതും ഇതും പ്രാങ്കാണോ എന്ന് ചോദിച്ച് പരിഹസിച്ചതും അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നു. അവൻ കൈകൾ കൂട്ടിപ്പിടിച്ച് ഭിത്തിയിൽ ചാരി നിന്നു. അപ്പോഴാണ് ഡോക്ടർ വീണ്ടും പുറത്തേക്ക് വന്ന്. ഡാനി ചാടി എഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ ഭയവും പ്രതീക്ഷയും ഒരേ സമയം നിഴലിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ, അവൾക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ ചെറിയ പുൻസിരിയോടെ മറുപടി പറഞ്ഞു. അവൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് സമയം കൂടി ഒബ്സർവേഷൻ വെക്കേണ്ടതുണ്ട്. ആ വാർത്ത കേട്ടതും ഡാനിയുടെ നെഞ്ചിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി. നീയുടെ ബോധം തിരിച്ചു വന്നപ്പോൾ ഡാനി അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ സാവധാനം കണ്ണുകൾ തുറന്നു. താൻ എവിടെയാണെന്ന് തിരിച്ചറിവിലേക്ക് അവൾ എത്തിയതും തൊട്ടടുത്തിരിക്കുന്ന ഡാനി അവൾ കണ്ടു. ഡാനി അവളുടെ മുഖത്തേക്ക് നോക്കി കുറ്റബോധത്തോടെ പറഞ്ഞു, സോറി,
നീ സഹായം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ വണ്ടി നിർത്തേണ്ടി നിന്നെ സഹായിക്കേണ്ടതായിരുന്നു. എൻ്റെ സംശയം കൊണ്ടാണ് നിനക്ക് ഇത്രയധികം വേദന അനുഭവിക്കേണ്ടി വന്നത്. അത് കേട്ടത് നീ ആ പതുക്കെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ അത് വേണ്ട, ഞാനില്ലെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഡാനി ചെറുതായി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അതുകൂടെ സാറില്ല, ഇപ്പൊ നീ സുരക്ഷിതയാ. നിന്റെ വീട്ടിൽ വിവരറിയിക്കാൻ ഫോൺ നമ്പർ എന്നാ, ഞാൻ വീട്ടിലേക്ക് വിളിക്കാം. നീ ആ പതുക്കെ ശ്വാസം എടുത്ത് പറഞ്ഞു തുടങ്ങി. എനിക്ക് അറിയിക്കാൻ അങ്ങനെ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സാണ്. രണ്ടുപേരും 2 കുടുംബങ്ങളായിട്ട് സെറ്റിൽഡാ. അച്ഛൻ US-ലും അമ്മ ദുബായിലും. ഞാൻ വളർന്നൊക്കെ ബോർഡിങ്ങിലും ഹോസ്റ്റലുകളിലായിരുന്നു. ഇപ്പം ഞാനൊരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുക. അറിയിക്കാൻ അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല. അവളത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല, മറിച്ചൊരു തരം മടുപ്പ് പ്രകടമായിരുന്നു. ഇത് കേട്ടുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. നീ ആ പെട്ടെന്ന് വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ, എന്ത് ചെയ്യുക? എൻ്റെ പേര് ഡാനിയൽ, ഞാനൊരു ആർമി ഓഫീസറാണ്. ഇപ്പൊ ലീവിന് വന്നാ. ഓ, പട്ടാളത്തിലാണോ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, പിന്നെ ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് എന്താവശ്യം വന്നാലും ഞാനുണ്ടാവും. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അവളൊന്ന് പതറിക്കൊണ്ട് നോട്ടം മാറ്റി. 2 ദിവസം ഡാനി കൂടെ തന്നെ നിന്ന് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി. ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസം അവൻ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു, നീയോ അവിടെ പോയി നിന്നെ നോക്കാനാരുണ്ട്? ഒരു കാര്യം ചെയ്യേ, കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമോ? അവിടെ അമ്മച്ചിയുണ്ട്, അമ്മച്ചി നിന്നെ നന്നായി നോക്കിക്കോളൂ. ഡാനിയുടെ ക്ഷണം കേട്ടതും നീയ ശരിക്കൊന്ന് ഞെട്ടിപ്പോയി. ആൾ പരിഭ്രമത്തോടെ അവനെ നോക്കി ചോദിച്ചു, അതൊന്നും വേണ്ട, നാട്ടുകാരെന്ത് പറയും? വെറുതെ ചീത്തപ്പേരാവാനും നിങ്ങളുടെ പേരുകളാരും ഞാൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, പിന്നെ പെണ്ണ് പോലും കിട്ടൂല നിങ്ങൾക്ക്. ഇതുപോലെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാലേ ആൾക്കാർ വേറെന്തൊക്കെയും ചിന്തിക്കും. ഡാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാട്ടുകാരുടെ വായടുപ്പിക്കാൻ എനിക്കറിയാം, പിന്നെ പെണ്ണിന്റെ കാര്യം അതിന് വേറെ അന്വേഷിക്കേണ്ടതില്ല. എന്ത്? നീ ആ സംശയത്തോടെ ചോദിച്ചു. അല്ല, പെണ്ണിനുടനെ അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞാ നീ വീട്ടിലേക്ക് വായിച്ചേ. നാട്ടുകാരെ പേടിച്ചെന്നാ ജീവിക്കാനൊക്കുവോ? നീ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്ക് ഇത്രയും കരുതൽ കിട്ടുന്നത്. ഡാനി അവളെ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. നീക്ക് വല്ലാതെ മടിയുണ്ടായിരുന്നുവെങ്കിലും ഡാനിയുടെ നിർബന്ധത്തിന് മുമ്പിൽ അവൾക്ക് വഴങ്ങേണ്ടി വന്നു. നീ ഇപ്പൊ എൻ്റെ കൂടെ വരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ എടുത്തോണ്ട് പോകും. അത് വേണോ വെച്ചേ? ആൾ പേടിയോടെ തലയാട്ടി. അതൊന്നും വേണ്ട, എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ നടന്നു വന്നോളാം. ഡാനിയുടെ വീട്ടിലെത്തിയപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന അമ്മച്ചി അത്ഭുതത്തോടെയും അല്പം പരിഭ്രമത്തോടെയും അവരെ നോക്കി. പരിക്കേറ്റ നീയെയും താങ്ങി പിടിച്ച് ഡാനി അകത്തേക്കായിരുന്നു കണ്ടതും അമ്മച്ചി അല്പം ഉറക്കെ തന്നെ ചോദിച്ചു, കർത്താവേ, എടാ നീ ഇതിൻ്റെ ഇടയിൽ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നോ? ഇതെന്താടാ ഇവൾക്ക് പറ്റിയത്? അമ്മച്ചിയുടെ ചോദ്യം കേട്ട് നീഹ മുഖം കുനിച്ച് നിന്നു. ഡാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കെട്ടിയൊന്നുമില്ല എൻ്റെ അമ്മച്ചി, ഇതെൻ്റെ പരിചയത്തുള്ളൊരു കുട്ടിയാ നീഹ. ഇവൾക്കൊരു ആക്സിഡൻ്റ് ആയി, വീട്ടിലാരും നോക്കാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാ. കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ, അമ്മച്ചി ഒന്ന് നന്നായി നോക്കണം കേട്ടോ. അമ്മച്ചി നീയയുടെ മുഖത്തേക്കും ഡാനിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അമ്മച്ചിയുടെ മുഖത്തെ ഗൗരവം പെട്ടെന്ന് മാറി. ഒരു സ്നേഹം നിറഞ്ഞ ഭാവം വന്നു. ആണോ, പാവം കുട്ടി, അത് പറഞ്ഞാ പോരെ ഡാനി, ഇങ്ങോട്ട് വാ മോളെ. കർത്താവേ, ഇത്രയും പരിക്കോ? ഡാനി, നീ പോയി ആൾക്ക് മുറി കാണിച്ചു കൊടുക്ക്, അവളൊന്ന് കിടക്കട്ടെ. കണ്ടില്ലേ മുഖമൊക്കെ വാടിയിരിക്കുന്നു കൊച്ചിന്റെ. അമ്മച്ചി നീഹയെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു കണ്ടപ്പോൾ നീയുടെ ഉള്ളിൽ തങ്ങിയുന്ന ഭാരം പതുക്കെ ഒഴിഞ്ഞുപോയി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നീഹ അമ്മച്ചിയുടെ സ്വന്തം മകളെ പോലെയായി മാറി. ആളുടെ പരിക്കൾ ഭേദമായി തുടങ്ങിയതോടെ വീടിന് മറ്റൊരു ഉന്മേഷം തന്നെ കൈവന്നു. ഒരു ദിവസം വൈകുന്നേരം ഡാനിയും നീഹയും വരാനിരിക്കുമ്പോഴാണ് അമ്മച്ചി അങ്ങോട്ട് വന്ന്. അമ്മച്ചി ഡാനിയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു, എടാ ഡാനി, എന്നതായിരുന്നു നിനക്ക് കെട്ടുപ്രായമായി കഴിഞ്ഞു. ഈ മോൾ എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായടാ, നല്ല കൊച്ചാ. എന്നാ പിന്നെ നിനക്ക് ഇവിടെ അങ്ങോട്ട് കെട്ടിക്കൂടെ? നിനക്കൊരു ഭാര്യയും കിട്ടും, എനിക്കൊരു മോളെയും കിട്ടും. അത് കേട്ടതും നീ അന്നം വിട്ടുപോയി. ആൾ കണ്ണുമിഴിച്ച് അമ്മച്ചിയെ തന്നെ നോക്കി നിന്നു. എന്താണ് പറയേണ്ടെന്നറിയാതെ ആളാകെ പരിഭ്രമിച്ചു. ഡാനി ആവട്ടെ ഒരു കള്ളച്ചിരിയോടെ നീഹയെ നോക്കി പറഞ്ഞു, ആ ഇത് ഞാൻ അമ്മച്ചിയോട് എങ്ങനെ അങ്ങോട്ട് പറയുന്ന ആലോചിച്ചിരിക്കായിരുന്നു. അത് കേട്ടതോടെ നീയുടെ കണ്ണുകൾ വീണ്ടും വികസിച്ചു. ആൾ ഡാനിയും തുറിച്ചു നോക്കി. ഡാനി പതുക്കെ ആളെ നോക്കി പറഞ്ഞു, എടീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ അറിയാതെ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിപ്പോയി. അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷണിച്ചേക്ക്. നീയുടെ മുഖം നാണം കൊണ്ട് തുടുത്തു. ആൾ പെട്ടെന്ന് തലവനിച്ചു. അമ്മച്ചി ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അവർ രണ്ടുപേർക്കും സംസാരിക്കാൻ അവസരം കൊടുത്തു. നീ പതുക്കെ തല ഉയർത്തി ഡാനിയെ നോക്കി. അവൾ ചോദിച്ചു, അപ്പൊ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ തന്നെ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നോ? ഡാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് എനിക്കൊരു ക്രഷ് അടിച്ചിരുന്നു, പിന്നീട് അത് അസ്ഥിക്ക് പിടിച്ച പ്രണയമായി മാറുകയായിരുന്നു. നിനക്കെന്താ അഭിപ്രായം? നീ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. ആ മൗനത്തിൽ അവളുടെ സമ്മതം ഉണ്ടായിരുന്നു എന്ന് ഡാനിക്ക് മനസ്സിലായി. രാത്രി അത്താഴം കഴിഞ്ഞ് അമ്മച്ചി വാത്സല്യത്തോടെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു, എന്നതായാലും നീ ലീവ് കഴിഞ്ഞ് ആർമിയിലേക്ക് തിരിച്ചു പോകാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് പെട്ടെന്നെല്ലാം നടത്താം.
നിനക്കൊരു കൂട്ടുണ്ടാകുന്ന എനിക്കും സമാധാനമാണല്ലോടാ. അമ്മച്ചിയുടെ വാക്കുകൾ കേട്ടതും നിഹ അത്ഭുതത്തോടെ ഡാനിയെ നോക്കി. അമ്മച്ചി ചിരിച്ചുകൊണ്ട് തുടർന്നു. എന്തായാലും വിവാഹം ഈ ആഴ്ച തന്നെ നടത്താം. മോളുടെ വീട്ടുകാരോട് സംസാരിക്കണ്ടേ? എൻ്റെ മാതാപിതാക്കൾ വിളിച്ചാലും ആരും വരില്ല. പണം അയച്ചിരിക്കുന്നതിനപ്പുറം എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അവർ അന്വേഷിക്കാറില്ല. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ അറിയിക്കാം. എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഡാനിയുടെ ലീവ് കാലാവധി അവസാനിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ അവൻ അവളെയും കൂട്ടി കാശ്മീരിലേക്ക് മടങ്ങേണ്ടതുണ്ട്. യാത്രക്കായി ഇറങ്ങുമ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഏടാ ഡാനി, എന്തൊരു കഷ്ടാടാ ഇത്. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടെ, അമ്മച്ചി സങ്കടത്തോടെ പറഞ്ഞു. ഡാനി അമ്മച്ചിയുടെ കൈകൾ പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്ന് ഞാൻ അമ്മച്ചി, ഡ്യൂട്ടി തന്നെയല്ലേ. പക്ഷെ അതോർത്ത് വിഷമിക്കണ്ട. എന്തായാലും നീയും കൂട്ടി തന്നെയാണല്ലോ ഞാൻ പോകുന്നത്. ഇനി ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഓടി വരാം. അമ്മച്ചി സമാധാനമായിട്ടിരിക്കണം. നീ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. അമ്മച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം കേട്ടോ. എയർപോർട്ടിലെ തിരക്കുകൾക്കിടയിലും ഡാനി നീഹയുടെ കൈകൾ വിടാതെ മുറുകെ പിടിച്ചിരുന്നു. ആനകളുടെ കൈകൾ തന്റെ കൈക്കുള്ളിൽ ഭദ്രമായി ചേർത്ത് പിടിച്ചു. ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് ഉയർന്നു തുടങ്ങിയപ്പോൾ ഡാനി അവളുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നിരുന്ന് അവളുടെ കാതിലേക്ക് മെല്ലെ പറഞ്ഞു. നിഹ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കാശ്മീരിൽ വെച്ച് നമുക്ക് പൊളിക്കാം നിഹ. അവിടുത്തെ ആ മഞ്ഞും തണുപ്പും ആ അന്തരീക്ഷം തന്നെ വേറെ ലെവലാ. ശരിക്കും പൊളിക്കും. ഡാനിയുടെ കുസൃതി നിറഞ്ഞ സംസാരം കേട്ടതും നീഹയുടെ മുഖം നാണുകൊണ്ട് ചുവന്നെടുത്തു. ചുറ്റുമുള്ളവരെ നോക്കിയ ശേഷം അവൾ പരിഭവത്തോടെ പറഞ്ഞു. അയ്യേ, എന്തൊക്കെയാ പറയുന്നേ? അവളുടെ ആ നാണം കണ്ടപ്പോൾ ഡാനിയുടെ കണ്ണുകളിൽ തിളക്കം കൂടി. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അതിനെന്താ, എന്റെ ഭാര്യയോടല്ല വേറെ ആരോടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുക? നോയിക മോളെ, അവിടുത്തെ ആ തണുപ്പിൽ നമ്മുടെ പ്രണയം ചൂടേറും. നീ ഒന്നും മിണ്ടാനാവാതെ മുഖം താഴ്ത്തി. ഡാനി അവളെ മെല്ലെ തന്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ചു. കാശ്മീരിലെ ആ തണുത്ത രാത്രിയിൽ ആർമി ക്വാർട്ടേഴ്സിന്റെ ജനാലകൾക്ക് പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ഉള്ളിൽ മെഴുകുതിരികളുടെ നാളം ചെറുതായി വിറകുണ്ടു. ഡാനി വാതിലടച്ചു വിട്ടിയിട്ടപ്പോൾ വന്ന ആ ചെറിയ ശബ്ദം നീഹയുടെ ഹൃദയമിടിപ്പ് കൂട്ടി. അവൻ പതിയെ അവളിലേക്ക് നടന്നെടുത്തു. അവന്റെ കണ്ണുകളിലെ പ്രണയവും അതിലുപരി ഒരു തരം കുസൃതിയും കണ്ടപ്പോൾ നീഹ പരിഭ്രമത്തോടെ പുറകോട്ട് നീങ്ങി. അവൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഡാനി അവളിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ടായിരുന്നു. അവസാനം നീഹയുടെ പുറം തണുത്ത ചുമലിൽ തട്ടി നിന്നു. മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത വിധം അവൻ അവളെ രണ്ട് കൈകൾക്കുമിടയിൽ തടഞ്ഞു നിർത്തി. ഡാനി അവളുടെ മുഖത്തേക്ക് നോക്കി ആഴത്തിൽ ശ്വസിച്ചു. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട് നീഹ വല്ലാതെ നാണിച്ചുപോയി. ആൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവനവളുടെ മുഖത്തേക്ക് അല്പം കൂടി താഴ്ന്ന് ചുണ്ടിലൊരു കള്ളച്ചിരി വിടർത്തിക്കൊണ്ട് ചോദിച്ചു. എന്താ, എൻ്റെ കൊച്ചിനെ എനിക്ക് നോക്കിക്കൂടെ? എനിക്ക് നിന്നിങ്ങനെ നോക്കി നിന്നിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ലടി വേണ്ടേ? ഞാൻ എന്ത് ചെയ്യും? നീ നാണം കൊണ്ട് മുഖം കുനിച്ചു. അവന്റെ ചൂടുള്ള ശ്വാസം അവളുടെ കവിളിൽ തട്ടിയപ്പോൾ അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. ഡാനി അവളുടെ കവിളിലെ മുടിയകൾ ഒതുക്കി വെച്ചുകൊണ്ട് മെല്ലെ അവളുടെ കാതിൽ പറഞ്ഞു. ഇനി എങ്ങോട്ടും ഓടാൻ നോക്കണ്ട, ഇത് നമ്മുടെ മാത്രമായ രാത്രിയാ. അവളുടെ ഹൃദയമിടിപ്പ് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഡാനി അവളുടെ കൈകളിൽ മെല്ലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, പക്ഷേ പുറത്തേക്ക് വാ, നമുക്ക് വേറൊരിടത്തേക്ക് പോവാം. അവൾ സംശയത്തോടെ പുറത്തേക്ക് നോക്കി. മഞ്ഞ് പെയ്യുന്ന ആകാശത്തിന് താഴെ എല്ലാം മരവിച്ചു കിടക്കുന്നു. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഈ മഞ്ഞത്തോ? ഞാനിതിനകത്ത് നിന്ന് തന്നെ ഐസായി പോയി, പിന്നെ പുറത്തോ? ഡാനി അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ച് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നീ പേടിക്കണ്ടടി, നിന്നെ ഞാൻ ചൂടാക്കി തരാം. ആൾ നാണത്തോടെ അവന്റെ നെഞ്ചിലൊരു ചെറിയ അടി കൊടുത്തു. ഡാനി അവളെയും കൂട്ടി ക്യാമ്പിന് അല്പകലെയുള്ള മഞ്ഞിൽ മനോഹരമായി നിർമ്മിച്ച ഒരു ചെറിയ ഇഗ്ലൂ പോലത്തെ ഹൗസിലേക്ക് നടന്നു. അകത്തേക്ക് കടന്ന് നീ ശരിക്കും അമ്പരന്ന് പോയി. പുറത്തെ തണുപ്പിൽ നിന്ന് വ്യത്യസ്തമായി അകത്ത് നല്ല ചൂടുണ്ടായിരുന്നു. മഞ്ഞുകെട്ടുകൾക്കിടയിൽ ഇളം വെളിച്ചം പരത്തുന്ന വിളക്കുകളും പഞ്ഞി പോലെ മൃദുവായ കിടക്കയും അവിടം ഒരു സ്വപ്ന ലോകം പോലെ മാറ്റിയിരുന്നു. ആ ഇഗ്ലൂ ഹൗസിനുള്ളിലെ കാഴ്ച വാക്കുകൾക്ക് അതീതമായിരുന്നു. അകത്തേക്ക് കാറെടുത്ത് വെച്ചപ്പോൾ തന്നെ ഒരു മനോഹരമായ സുഗന്ധം നീഹയുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. മുറിയുടെ നാലുപാടും അതീവ ശ്രദ്ധയോടെയാണ് ഡാനി അലങ്കരിച്ചിരിക്കുന്നത്. തറയിലും കിടക്കയ്ക്ക് ചുറ്റും നിറയെ ചുവന്ന റോസാപ്പൂ ഇതളുകൾ വിതറിയിരുന്നു.
മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ഗ്ലൂവിനുള്ളിൽ റോസാപ്പൂക്കളുടെ ചുവപ്പ് നിറം കണ്ണിന് കുളിർമയേകി. കിടക്കയുടെ വശങ്ങളിൽ വിവിധ വലിപ്പത്തിലുള്ള മെഴുകുതിരികൾ കത്തുന്നുണ്ടായിരുന്നു. അവയുടെ മങ്ങിയ പ്രകാശത്തിൽ മുറിയിലുടനീളം ഒരു മാന്ത്രിക അന്തരീക്ഷം നിറഞ്ഞു. മെഴുകുതിരികൾക്ക് പുറമെ അവിടെ സുഗന്ധമുള്ള ലാവൻഡർ മെഴുകുതിരികളും തയ്യാറാക്കിയിരുന്നു. അതാ മുറിയെ കൂടുതൽ ശാന്തവും റൊമാൻറ്റിക്കുമാക്കി മാറ്റി. ഓരോ മെഴുകുതിരികളുടെയും അരികിൽ ചെറിയൊരു കത്ത് ഡാനി വെച്ചിരുന്നു. അവയിൽ നിഹയോടുള്ള പ്രണയം വരികളായി കോറിയിട്ടിരുന്നു. നിഹ അതിശയിച്ചു പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡാനി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തെത്തി. ഇതൊക്കെ എപ്പോഴാണ് നിങ്ങൾ തയ്യാറാക്കിയത്? നീ അവിശ്വസനീയതയോടെ ചോദിച്ചു. ഡാനി അവളുടെ മുടികൾ ഒതുക്കി വെച്ചുകൊണ്ട് മന്ത്രിച്ചു. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ സ്വപ്നങ്ങളാണിവ. റെഡിയല്ലേ? എൻ്റെ ഏതുമാത്രമാവുന്ന ഈ നിമിഷത്തിന് വേണ്ടി. നീയുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. നാണം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നു പോയിരുന്നു. വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിന് പകരം അവൾ നാണത്തോടെ ഒന്ന് മൂളി. ആ ഒരൊറ്റ മൂളലിൽ അവളുടെ സമ്മതവും പ്രണയവും അടങ്ങിയിരുന്നു. അടുത്ത നിമിഷം ഡാനി അവളെ തന്റെ ശക്തമായ കൈകളാൽ വാരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. ചുവന്ന റോസാപ്പൂവിതളുകൾക്കിടയിൽ അവൾ മെല്ലെ താഴ്ന്നു. വികാരങ്ങളുടെ തിരമാലകൾക്കിടയിൽ അവർ രണ്ടുപേരും പൂർണ്ണമായി ഒന്നായി. സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ലോകം മറന്ന് അവർ ആ രാത്രിയുടെ ലഹരിയിൽ അലിഞ്ഞു ചേർന്നു. പുലർക്കാലത്തെ മഞ്ഞിന്റെ തണുപ്പ് ആ ഇഗ്ലൂവിനുള്ളിലെ ചൂടിൽ അലിഞ്ഞു പോയിരുന്നു. നീ കണ്ണുകൾ തുറന്നു. താൻ ഡാനിയുടെ നഗ്നമായ നെഞ്ചിലാണ് തലയാഴ്ച കിടക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ നിമിഷത്തിന്റെ മനോഹാരിതയിൽ കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ തന്നെ കിടന്നു. പക്ഷേ സമയം വൈകിയെന്ന് തോന്നിയപ്പോൾ അവൾ പതുക്കെ അവനെ തട്ടി വിളിച്ചു. ഇച്ചായ, എഴുന്നേക്ക്, നേരെ ഒരു പാടായി, നമുക്ക് തിരിച്ചു പോകണ്ടേ? ഡാനി കണ്ണുകൾ തുറന്നില്ലെങ്കിലും ഒരു പുഞ്ചിരിയോടെ അവളെ കൂടുതൽ ദൃഢമായി തന്നോട് ചേർത്തു പിടിച്ചു. അവന്റെ കൈകൾ അവിടെ അരക്കെട്ടിൽ ചുറ്റപ്പെട്ടു. അവൻ പതുക്കെ പറഞ്ഞു, കുറച്ച് സമയം കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്ക് വച്ചേ. ഈ തണുപ്പിൽ നിന്റെ ചൂടൊറ്റി കിടക്കാനേ നല്ല സുഖ. ഈ പുലർക്കാലത്ത് നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? എന്താണ് നീ ഇങ്ങനെ നോക്കുന്നത്? കണ്ണ ഞാൻ കുത്തിപ്പിടിക്കേ പോടാ. എന്ത്? ആളവന്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി വീണ്ടും നിർബന്ധിച്ചു. ഇച്ചായോ, വാ പോവാം, ഇന്ന് ഡ്യൂട്ടി കയറണ്ടേ? അവനവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. എന്റെ കൊച്ചിനെ ഇങ്ങനെ നോക്കി കിടക്കുമ്പോഴേ എനിക്ക് എവിടേക്കും പോവാൻ തോന്നില്ല. നീ നാണത്തോടെ അവന് നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. കൊഞ്ചി നിൽക്കാതെ വായിച്ചായ. മനസ്സിലാ മനസ്സോടെ ഡാനി എഴുന്നേറ്റ് പോകാൻ ഇറങ്ങി. കോട്ടേഴ്സിൽ തിരിച്ചെത്തിയ നിഹ പുറത്തെ അതിശൈത്യം കണ്ടൊന്ന് വിറച്ചു. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു, ഈശായ, ഈ തണുപ്പത്ത് ഞാനിങ്ങനെ കുളിക്കാം, വെള്ളം തൊടാൻ തന്നെ പേടിയാവുക, തണുപ്പ്. ഡാനി ഒരു കുസൃതി ചിരിയോടെ അടുത്തേക്ക് വന്നു. നീ പേടിക്കണ്ട വച്ചേ, നിന്നെ ഞാൻ കുളിപ്പിച്ചു തരാടി. നീ അവനെ നോക്കി പരിഭവത്തോടെ പറഞ്ഞു. ഒന്ന് പോയിച്ചായ, തമാശ പറയല്ലേ? എടീ, ഞാൻ തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് തന്നെയാ. ഈട്ടുള്ള ചൂടുകളൊക്കെ സെറ്റാ. ഞാൻ നല്ല ചൂടോടെ നിന്നെ കുളിപ്പിച്ചു തരാടി വച്ച്. അവനാൾ നിർബന്ധിച്ച് പിടിച്ചിരുത്തി. ആളുടെ മുടിയിൽ എണ്ണ തേപ്പിച്ചു കൊടുത്തു. ആൾ പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ ഡാനി പിന്നാലെ വന്നു. എടീ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുളിപ്പിച്ചു തരാന്ന്. നീയൊക്കെ ശരിക്കും നാണം വന്നു. ആൾ മുഖം തിരിച്ച് പറഞ്ഞു. വേണ്ട ചായ, ഞാൻ തനിച്ച് വിളിച്ചോളാം, ഞാൻ പോവാ. നീ ഇപ്പൊ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ഇൻഫർമേഷൻ തരാൻ പറഞ്ഞാണോ, അതോ എന്നെ ക്ഷണിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ആണോ? നീ അല്പം കടുപ്പിച്ച് എന്നെ പറഞ്ഞു. ഞാൻ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞയച്ചായോ, ഞാൻ പോട്ടെ. ആൾ വേഗത്തിൽ ബാത്റൂമിലേക്ക് ഓടി. പക്ഷേ ഡാനിയുടെ വിടുന്ന് അവൻ പുറകെ ഓടിക്കയറി വാതിലടച്ചു. അവൻ അവളെയും എടുത്ത് അകത്തേക്ക് കയറി ഷവർ തുറന്നു. ഡാനി വളരെ പതിയോടെ മുടി മസാജ് ചെയ്തു കൊടുത്തു. ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ തേച്ച് ഒരു കൊച്ചുകുട്ടി എന്ന പോലെ അവൻ അവളെ കുളിപ്പിച്ചു. കുളി കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് വന്നപ്പോൾ ഡാനി അവൾക്ക് കൊടുക്കാൻ വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തു. അവളുടെ നനഞ്ഞ മുടി ടവൽ കൊണ്ട് തോർത്തി. ശേഷം ഹെയർ ഡ്രയർ എടുത്ത് ഡാനി തന്നെ അവളുടെ മുടി ഉണക്കി കൊടുത്തു. അവന്റെ വിരലുകൾ മുടിയിലൂടെ ഇഴയുമ്പോൾ നിനക്കതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു. ഡാനിയുടെ ഈ കരുതൽ അവൾക്ക് നൽകിയ സന്തോഷം അത് വളരെ വലുതായിരുന്നു. അവൻ അവളെ അടിമുടിയെ നോക്കി ചുണ്ടിലൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു, കണ്ടോ എന്റെ കൊച്ചിപ്പോ ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായതുകൊണ്ടാ ഞാനിപ്പോ പരാക്രമണമൊന്നും കാണിക്കാതെ അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ കൊച്ചിപ്പോ തളർന്നു പോയേനെ. അവൻ ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ നിഹിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അയ്യേ പോയിച്ചയാ, ഇന്നലെ രാത്രി കാണിച്ചിട്ട് പരാക്രമം പോരായിട്ടാണോ?
അവന്റെ ക്ഷീണം എനിക്കിപ്പോഴും മാറിയിട്ടില്ല. അവൾ ആ പരിഭവം നിറഞ്ഞ മറുപടി കേട്ട് ഡാനി ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നതായാലും ഞാനിപ്പോ ഡ്യൂട്ടിക്ക് പോവച്ചേ, വൈകുന്നേരം വരുമ്പോ കാണിച്ചു തരാം ശരിക്കുള്ള പരാക്രമം എന്നതാണെന്ന്. അവനവളുടെ നെറ്റിയിലൊരു ഉമ്മ നൽകി. ഡാനി തന്റെ യൂണിഫോം അണിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാനായി വാതിലിനടുത്തേക്ക് നടന്നു. വാതിലിന്റെ അരികിൽ നിന്ന് അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അതെ, ഞാൻ വൈകുന്നേരം നേരത്തെ വരാം, എന്റെ ആക്രമണം നേരിടാൻ റെഡിയായിട്ടിരുന്നു. ആൾ നാണത്തോടെ തലയാട്ടി കാണിച്ചു. ഡാനിയുടെ സാന്നിധ്യം ആ മുറിയിൽ നിന്ന് മാഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെട്ട പോലെ അവൾക്ക് തോന്നി. അവൻ പോയെങ്കിലും അവന്റെ വാക്കുകൾ അവളിൽ ഒരു വലിയ സന്തോഷം നിറക്കുന്നുണ്ടായിരുന്നു. പുറത്ത് മഞ്ഞ് പെയ്യുന്ന കണ്ടപ്പോൾ നീക്ക് ആകാംക്ഷ അടക്കാനായില്ല. മുറിയിലെ ജനാലയിലൂടെ നോക്കിയപ്പോൾ വെളുത്തു മഞ്ഞ് പുതച്ച് കിടക്കുന്ന കാശ്മീരിലെ മനോഹരമായ കാഴ്ച അവളെ പുറത്തേക്ക് വിളിക്കുന്ന പോലെ തോന്നി. അവൾ വേഗം ഒരു ജാക്കറ്റും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി. കോട്ടേഴ്സിന് പുറത്ത് നല്ല തണുപ്പായിരുന്നു. മഞ്ഞുതുള്ളികൾ അവിടെ മുഖത്ത് വന്ന് വീണപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. പുറത്ത് കാവലിയുന്ന പട്ടാളക്കാർ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിലൊരാൾ അടുത്തു വന്ന് ബഹുമാനത്തോടെ ചോദിച്ചു, മേഡം എന്തെങ്കിലും ആവശ്യമുണ്ടോ? മേഡത്തിന് സഹായം വേണോ? നീ ഒരു ചെറുപുഞ്ചിരിയോടെ തലയാട്ടി പറഞ്ഞു, അയ്യോ ഒന്നുമില്ല, ഞാൻ വെറുതെ ഈ മഞ്ഞാണാൻ വേണ്ടി പുറത്തിറങ്ങിയ, ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. അവർ തലയാട്ടി ഒഴിഞ്ഞു മാറി. നീ പതുക്കെ മഞ്ഞിലൂടെ നടക്കാൻ തുടങ്ങി. കാല് വെക്കുമ്പോൾ മഞ്ഞില്ലാതെ ആഴ്ന്നിറങ്ങുന്നത് അവൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഡാനിയെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ മനോഹരമായ കാലാവസ്ഥയും ചേർന്നപ്പോൾ ആ നിമിഷം അവൾക്ക് വളരെ സ്പെഷ്യലായി തോന്നി. എന്നാൽ ആൾ സഞ്ചാരമില്ലാത്ത ക്യാമ്പിന്റെ അങ്ങേയറ്റത്തേക്ക് നടക്കുമ്പോൾ എവിടെയോ നിന്നൊരനക്കം കേട്ട പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് ആ വിജനമായ മഞ്ഞുപാതയിൽ നീയുടെ കാൽപ്പാടുകൾക്ക് പിന്നാലെ നിഴൽ പോലൊരാൾ അടുത്തു വന്നു. എന്തോ അപകടമണത്ത് അവൾ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ശക്തമായ ഒരു കൈ അവളെ പിന്നിൽ നിന്നും വരിഞ്ഞു മുറുക്കിയിരുന്നു. ഒരു നിമിഷം പോലും കളയാതെ അയാൾ ഒരു തുണി നീഹയുടെ മൂക്കിലും വായിലുമായി അമർത്തിപ്പിടിച്ചു. രക്ഷപ്പെടാനായി അവൾ കൈകാലുകളിട്ടടിച്ചെങ്കിലും ആ കനത്ത മഞ്ഞിൽ അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ തുണിയിലെ കടുപ്പമേറിയ മണം ശ്വസിച്ചതും അവളുടെ തലകറങ്ങാൻ തുടങ്ങി. കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് പടർന്നു. കൈകളിലെയും കാലുകളിലെയും ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട് അവൾ മഞ്ഞിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അയാൾ അവളെ താങ്ങി പിടിച്ചു. ചുറ്റും പെയ്യുന്ന മഞ്ഞുതുള്ളികൾക്കിടയിലൂടെ നീഹ പൂർണ്ണമായും ബോധരഹിതയായി. ഡാനി ക്യാൻറ്റീനിൽ നിന്ന് കോഫി കുടിച്ച് തിരികെ നടക്കുമ്പോഴാണ് അവന്റെ ഫോൺ മുഴങ്ങിയത്. അപരിചിതമായ നമ്പിൽ നിന്നുള്ള കോൾ അറ്റൻഡ് ചെയ്തു. മറുകൾക്കിൽ നിന്ന് വളരെ ശാന്തമായ എന്നാൽ പക നിറഞ്ഞൊരു സ്വരം കേട്ടു. ഡാനി, ഇത് മഹേഷാണ്. ആ പേര് കേട്ടതും ഡാനിയുടെ രക്തം തിളച്ചു. സൈനിക ക്യാമ്പിലെ രഹസ്യമായ ചില അഴിമതികളും ക്രമക്കേടുകളും നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഡാനിയായിരുന്നു. അതിന്റെ പേരിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് മഹേഷ്. ഡാനി, നിന്റെ പെണ്ണിപ്പം എൻ്റെ കൂടെയുണ്ട്. നീ എനിക്കിട്ട് പണിതപ്പോ എൻ്റെ ജോലി റെപ്യൂട്ടേഷൻ എല്ലാം പോയി. എന്നെ നടു റോഡിലാക്കി നീ സുഖമായിട്ട് ജീവിക്കാൻ നോക്കണ്ട. അതിനൊക്കെ പകരമായിട്ട് ഇവളെ എനിക്ക് വേണം. ഡാനിയുടെ ശരീരം വിറക്കാൻ തുടങ്ങി. അവൻ ഫോണിൽ അലറി, മഹേഷ്, പ്രശ്നം എനിക്കും നിനക്കിടയിലാണ്. അവള് നീ ഇതിലേക്ക് വലിച്ചെടുക്കരുത്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ നീ ജീവനോടെ കാണില്ല. പക്ഷെ മഹേഷ് മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്തു. ഡാനിക്ക് ശരീരം തളരുന്ന പോലെ തോന്നി. നീ എവിടെയാണെന്ന് കണ്ടെത്താൻ ഒരു നിമിഷം പോലും വൈകാതെ അവൻ തന്റെ സഹപ്രവർത്തകരെയും കൂട്ടി ക്യാമ്പിലെ കൺട്രോൾ റൂമിലേക്ക് പാഞ്ഞു. അല്പസമയത്തിന് ശേഷം മഹേഷിന്റെ അടുത്ത കോൾ വന്നു. മഹേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പെണ്ണിന്റെ അവസ്ഥ നിനക്കറിയണ്ടേടാ. ഞാൻ അവളെ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. നിന്റെ ഒരു യോഗം, എവള് ശരിക്കും അടിപൊളിയാടാ. ഇന്നലെ രാത്രി നീ അവളോടൊപ്പം നന്നായിട്ട് ആഘോഷിച്ചെന്ന് തോന്നുന്നു. അവളുടെ കഴുത്തിലും ചുണ്ടിലും നീ കൊടുത്ത അടയാളങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചുകൂടി അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ അവളെ തൊട്ടപ്പോ അവള് നിന്റെ പേര് വിളിച്ചടാ കരഞ്ഞ്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആ ദേഷ്യം മൊത്തം ഞാൻ അവളോട് തീർത്തിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെ പൂർണ്ണ നഗ്നിയായിട്ട് അവളെൻ്റെ മുന്നിൽ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് വീണ്ടും ഇവളെ അറിയാൻ തോന്നുക. പക്ഷേ ഇനി ഒരട്ടം കൂടി എന്നെ താങ്ങിയാൽ ഇവളെ ചിലപ്പോ ജീവനോടെ ബാക്കി ഉണ്ടാവില്ല. മഹേഷിന്റെ ആ വൃത്തിയായിട്ട വാക്കുകൾ കേട്ടപ്പോൾ ഡാനിയുടെ നിയന്ത്രണം വിട്ടുപോയി. അവൻ ദേഷ്യം കൊണ്ട് മുഷ്ടിരുട്ടി ചുമരിൽ ആഞ്ഞടിച്ചു. എത്തിക്കും. അപ്പോഴേയും കോള് കെട്ടായി. ഡാനി തോക്കെടുത്ത് പുറത്തേക്ക് ഓടി. നീ ആ തറയിലിരുന്ന് കരയുകയായിരുന്നു. ഡാനിയോട് മഹേഷ് ഫോണിലൂടെ പറഞ്ഞ ഓരോ വാക്കും അവൾ കേട്ടിരുന്നു. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. മഹേഷ് ഫോൺ ഓഫ് ചെയ്ത് ദേഷ്യത്തോടെ നീടടുത്തേക്ക് വന്നു. അവനവളുടെ മുടിയിൽ പിടിച്ചുയർത്തി ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവനിപ്പോ ഒരു ഭ്രാന്തനായിട്ടുണ്ടാവും. നിന്നെ വെച്ച് അവനെ ഞാൻ കളിപ്പിക്കുകയാടി. നീ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, എന്തിനാ എൻ്റെ ഇച്ചാനോട് ഇങ്ങനെ ഇല്ലാത്തൊക്കെ പറയുന്നത്? എന്തിനാ എൻ്റെ ഇച്ചാനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? മഹേഷ് അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞെന്ന് പറഞ്ഞു,
നിന്റെ ഈ ചായനോട് ഞാൻ പറഞ്ഞതേ നടക്കാൻ പോകുന്ന കാര്യങ്ങളാ നിന്നെ ഞാൻ അറിഞ്ഞെന്ന് പറയുമ്പോൾ അവനുണ്ടാവുന്ന വേദന, അതാ എൻ്റെ വിജയം. അവനെ തകർക്കാനുള്ള എൻ്റെ ആയുധം നീയാ. നിന്നെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആ വേദനയുണ്ടല്ലോ, അതാ എനിക്ക് വേണ്ടത്. എൻ്റെ ഈ ചായം വരും, എന്നോട് കൊണ്ടുപോകും. ആൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മഹേഷ് ഒരു ക്രൂരമായ ചിരിയോടെ ആളുടെ മുഖത്ത് കൈവച്ചു. നിന്നെ ഞാനിന്ന് മതിയാവോളം ആസ്വദിക്കുന്ന, പക്ഷേ അതിനു മുമ്പ് അവൻ്റെ ആ വേദന എനിക്ക് കേൾക്കണം തോന്നി. എന്നാലേ എനിക്ക് ആവേശവും ലഹരിയും കൂടുകയുള്ളൂ. അതിനാ ഞാൻ അഡ്വാൻസായി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേ. അവൻ അനുഭവിക്കുന്ന ആ നീറ്റിലുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ലഹരി, ആ ലഹരിക്ക് കിട്ടുന്ന സുഖം, അത് കാണുമ്പോഴാണ് എന്റെ പ്രതികാരം പൂർണ്ണമാവുന്നത്. നീയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ആൾക്ക് ശബ്ദിക്കാൻ പോലും കഴിയാത്തത്ര ഭയം അവളെ പിടികൂടി. അവൾ ഒച്ചയെടുത്ത് കരയാൻ ശ്രമിച്ചെങ്കിലും മഹേഷ് അവിടെ വായ പൊത്തിപ്പിടിച്ചു. നീന്റെ ഈ കണ്ണുനീരാ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഡാനി തോക്കെടുത്ത് പുറത്തേക്ക് എത്തിയപ്പോഴാണ് ആർമിയിലെ ഒരു ഓഫീസർ കിതച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത്. സർ, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. സിഗ്നൽ ഇന്റർസെപ്റ്റ് ചെയ്തില്ലെന്ന് മഹേഷിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പഴയൊരു ഡിഫൻസ് ഔട്ട് പോസ്റ്റാണ് അവൻ താളമാക്കിയിരിക്കുന്നത്. വടക്കേറ്റത്തുള്ള ആ ഉപേക്ഷിക്കപ്പെട്ട ബങ്കർ. ശരി, മറ്ററിയാൻ അറിയിക്കണ്ട, ഇതെന്റെ പേഴ്സണൽ വിഷയമാണ്. ഡാനി കർക്കശമായ സ്വരത്തിൽ പറഞ്ഞു. അവനൊരു നിമിഷം പോലും വൈകിയില്ല. ജീപ്പിലേക്ക് ചാടി കയറി ആക്സിലേറ്ററിൽ കാലമർത്തി. വെളുത്ത മഞ്ഞ് നിറഞ്ഞ കാട്ടുപാതയിലൂടെ ജീപ്പ് കുതിച്ചു. ഓരോ നിമിഷവും ഡാനിയുടെ മനസ്സിൽ നീഹയുടെ മുഖമായിരുന്നു. മഹേഷിന്റെ ആ വാക്കുകൾ അവന്റെ തലയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ജീവനോട് അവളെ തിരിച്ചു കിട്ടണമെന്ന് മാത്രമായിരുന്നു അവന്റെ പ്രാർത്ഥന. ബങ്കറിനടുത്തേക്ക് എത്തിയപ്പോൾ ഡാനി ജീപ്പ് നിർത്തി. ചുറ്റും കനത്ത മഞ്ഞ് വീഴ്ചയാണ്. ബങ്കറിന്റെ വാതിൽ അവന്റെ ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. വാതിൽ തുറന്ന് തെറിച്ചു. ഉള്ളിലെ കാഴ്ച കണ്ട് ഡാനിയുടെ കണ്ണുകൾ ചുവന്നു. മഹേഷിന്റെ കൈപ്പിടിൽ കിടന്ന് നിഹ അലറിക്കരയുകയും കുതിരുകയും ചെയ്യുകയായിരുന്നു. ആ കാഴ്ച കണ്ടതും ഡാനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു. പെട്ടെന്ന് മുന്നിൽ തോക്കുമായി നിൽക്കുന്ന ഡാനിയെ കണ്ട് മഹേഷിന്റെ പിടിയാഞ്ഞു. ആ ഒരു നിമിഷത്തെ അവസരം മുതലെടുത്ത നിഹ അവന്റെ കയ്യിൽ നിന്ന് കുതിരി മാറി. ഭയന്ന് വിറച്ചുകൊണ്ട് അവൾ നേരെ ഓടി വന്ന് ഡാനിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ വിറക്കുന്നുണ്ടായിരുന്നു. ഡാനി ഒരു കൈ കൊണ്ട് തോക്ക് മുറുകെ പിടിച്ച് മഹേഷിനെ ലക്ഷ്യം വെക്കുമ്പോൾ മറുകൈ കൊണ്ട് നിഹയെ തന്നോട് ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ ഇടർന്ന ശബ്ദത്തിൽ ചോദിച്ചു, മോളെ, ഇവ നിന്നെ വല്ലതും? കൂടുതൽ ചോദിക്കാൻ യോജിക്കാതെ നീ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമെത്തി. എനിക്കൊന്നും പറ്റിയില്ല ഇച്ചായ, ഒന്നുമില്ല. ആ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയത്. ഞാൻ സേഫാ. ഇച്ചായ വന്നല്ലോ, ഇനി എനിക്ക് പേടിയില്ല. എങ്കിലും അവളുടെ ശരീരത്തിന്റെ പുറകിൽ അവസാനിച്ചിരുന്നില്ല. ഡാനി നീയെ സാവധാനം പിന്നിലേക്ക് മാറ്റി നിർത്തി. നീ കുറച്ച് പുറകിലോട്ട് മാറി നിൽക്കുക, ഡാനി ശാന്തമായി പറഞ്ഞു. ഡാനിയുടെ കൈകൾ ഉയർന്നു. മഹേഷ് ഭയന്ന് വിറച്ചുകൊണ്ട് ഡാനിയെ നോക്കി. ഡാനി ഒട്ടും ആലോചിച്ചില്ല. ഇനി നീ മണ്ണിൽ ശ്വസിക്കില്ല മഹേഷേ. ആ ട്രിഗർ വലിച്ചു. ബങ്കറിന്റെ നിശബ്ദത കീറി മുറിച്ചുകൊണ്ട് വെടിവെച്ച് മുഴങ്ങി. മഹേഷിന്റെ നെഞ്ചിൽ കൃത്യമായി വെടിയുണ്ട തറച്ചു. ഒരു ഞരക്കത്തോടെ അവൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. മഹേഷ് അനക്കമില്ലാ കിടക്കുന്നുണ്ടപ്പോൾ ഡാനി തോക്ക് പോക്കറ്റിലിട്ടു. നീ ഭയത്തോടെ കണ്ണുപൊത്തിയിരുന്നു. വെടിവെച്ച് നിലച്ചപ്പോൾ അവൾ പതുക്കെ കണ്ണു തുറന്നു. ഡാനി നേരെ നടന്നിയെന്ന് മഹേഷിന്റെ ശരീരം ഒന്ന് പരിശോധിച്ചു. അവൻ മരിച്ചിരുന്നു. ഡാനി പെട്ടെന്ന് തിരിഞ്ഞ് നീയുടെ അടുത്തേക്ക് വന്നു. അവനവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. അവളുടെ കണ്ണുനീര് അവന്റെ വിരലുകളിൽ പറ്റിപ്പിടിച്ചു. എല്ലാം കഴിഞ്ഞു മോളെ, ഇനി ആരും നിന്നെ വേദനിപ്പിക്കില്ല. അവന്റെ ശബ്ദമിടറി. നീ ഒന്നും മിണ്ടിയില്ല. അവൾ വീണ്ടും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഡാനി അവളെ വാരിയെടുത്ത് ബങ്കറിന് പുറത്തേക്ക് നടന്നു. ക്വാർട്ടേഴ്സിലെത്തിയപ്പോഴും നീയുടെ വിറയിൽ മാറിയിരുന്നില്ല. മുറിയിലെത്തിയതും അവൾ ഡാനിയുടെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. അവന് നെഞ്ചോട് ചേർന്ന് എന്നെ കരഞ്ഞു. നടന്ന കാര്യങ്ങളും മഹേഷിന്റെ ക്രൂരമായ വാക്കുകളും അവൾ വല്ലാതെ ഉലച്ചിരുന്നു. ആൾ മുഖമുയർത്തി പറഞ്ഞു, ഇച്ചായ, അവൻ പറഞ്ഞ പോലെ അതുപോലൊന്നും എനിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയനെ ഇച്ചായ. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു. അവനയാളെ കൂടുതൽ മുറുക്കി പുണർന്നു. ആളുടെ മുടിയിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ലേ മോളെ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ വന്നില്ലേ, നീ എൻ്റെ കൂടെയുണ്ട്. നീ ഇല്ലാതെ പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ശ്വാസം പോലും നിനക്ക് വേണ്ടിയുള്ളതല്ലടി കൊച്ചേ. അവന്റെ ശബ്ദത്തിൽ ആഴമുള്ള കരുതലും സ്നേഹം കേട്ടപ്പോൾ നീക്കൽപ്പം സമാധാനം തോന്നി. ഡാനിയുടെ സ്നേഹത്തിന്റെ ചൂടിൽ അവൾ പതുക്കെ ശാന്തിയായി. അവളുടെ ഭയം പൂർണ്ണമായി മാറാൻ സമയമെടുക്കുമെന്ന് ഡാനിക്ക് അറിയാമായിരുന്നു. ആ രാത്രി മുഴുവൻ ഡാനി അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു.
ദിവസങ്ങൾ കടന്നുപോയിട്ടും നീയുടെ മനസ്സിൽ ആ ബങ്കറിലിരുട്ടും മഹേഷിന്റെ ശബ്ദവും ഒരു പേടി സ്വപ്നം പോലെ അവശേഷിച്ചു. രാത്രികളിൽ അവൾ ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു. അപ്പോഴെല്ലാം ഡാനിയയുടെ അരികിലുണ്ടായിരുന്നു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിൽ തലോടിക്കൊണ്ടാവും പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കും. പേടിക്കേണ്ട വെച്ച് ഇച്ചായനിവിടെ ഉണ്ടല്ലോ. അവന്റെ ഓരോ വാക്കും ഒരു മരുന്നിനെ പോലെ അവളിൽ പ്രവർത്തിച്ചു. തണുത്തുറഞ്ഞ രാത്രികളിൽ ഡാനിയുടെ ചൂട് മാത്രമായിരുന്നു അവൾക്ക് ലോകം. താൻ ആർക്കും വേണ്ടാത്തവളാണെന്നും തനിക്ക് കൂട്ടിനാരുമില്ലെന്ന് കരുതിയ ജീവിതത്തിൽ തനിക്ക് വേണ്ടി മരിക്കാനും കൊല്ലാനും തയ്യാറാവുന്ന ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി. മെല്ലെ മെല്ലെ ഡാനിയുടെ സ്നേഹവും കരുതലുമുള്ള സാമീപ്യത്തിൽ അവൾ പഴയ നിഹയായി മാറാൻ തുടങ്ങി. ഒരു വൈകുന്നേരം കട്ടിലിന്റെ അറ്റത്തിരുന്ന ഡാനി നിഹയുടെ പാദങ്ങളിൽ നെയിൽ പോളിഷിട്ട് കൊടുക്കുകയായിരുന്നു. അവൻ വളരെ ശ്രദ്ധയോടെ നിഹയുടെ പാദങ്ങളിൽ നിറം ചാർത്തി. നീ അത് നോക്കിയിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ചായ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. അല്ലെങ്കിലും എന്റെ കൊച്ചിനെ കാണാൻ ഒടുക്കത്തെ ഭംഗിയാണടി. കാണുമ്പോൾ തന്നെ കാണിച്ചു തിന്നാൻ തോന്നുന്നു. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നീ നാണത്തോടെ മുഖം താഴ്ത്തി. അവൻ അവസാനത്തെ വിരലിലും ചായം പൂശി കഴിഞ്ഞു. പക്ഷെ ബ്രഷ് വെച്ച് കഴിഞ്ഞിട്ടും അവന്റെ കൈകൾ അവിടെ നിന്ന് മാറിയില്ല. അവൻ തന്റെ വിരലുകൾ കൊണ്ട് അവളുടെ കണങ്കാലിൽ പതിയെ തഴുകി. അവന്റെ വിരലുകൾ കണങ്കാലിൽ നിന്ന് പതിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവന്റെ ആ സ്പർശനം അവളുടെ ശരീരത്തിൽ ഒരു വിറയലുണ്ടാക്കി. അവൾ പതുക്കെ അവന്റെ കൈകൾ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു. ഇച്ചായ ഒന്ന് അടങ്ങിയിരിക്കും. നെയിൽ പോളിഷ് ഉണങ്ങിയിട്ട് പോലുമില്ല. ഡാനി തലയുയർത്തി അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. എടി ഇതുണങ്ങാൻ ഇനിയും സമയമെടുക്കും. അതുവരെ കാത്തിരിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല. കുറെ ദിവസമായി നീ എന്നെ പട്ടിണിക്കിടുകയാണല്ലോ. നീ ഒന്ന് ഓക്കെ ആവട്ടെ, നീ ശരിയായി വരട്ടെ എന്ന് കരുതിയാ ഞാൻ ഇത്രയും നാളും മിണ്ടാതിരുന്നു. ഇപ്പൊ എന്റെ കൊച്ച് ഓക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു കൈ നോക്കിയാലോ? എങ്കിൽ പിന്നെ ആ പട്ടിണി മാറ്റിയപ്പോ ഞാനെന്താ വേണ്ട? ആൾ നാളത്തോടെ ചോദിച്ചു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആരോളം മേലെ വാരിയെടുത്ത് കട്ടിലേക്ക് ചേർത്ത് കിടത്തി. പുറത്ത് മഞ്ഞു വീഴ്ചയുടെ തണുപ്പ് നിലനിൽക്കുമ്പോഴും ആ മുറിക്കുള്ളിൽ അവരുടെ പ്രണയത്തിന്റെ ചൂട് നിറഞ്ഞിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ വാതിൽ തുറന്ന ഡാനി കണ്ട കാഴ്ചയിൽ അവന്റെ ഹൃദയം ഒന്ന് നിലച്ചു പോയതുപോലെ തോന്നിപ്പിച്ചു. നിയ ഫ്ലോറിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു. നിയ മോളെ കണ്ണൂർക്ക് നിയ. ഡാനി ഭയത്തോടെ അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ഒരു നിമിഷം പോലും കളയാതെ അവനവളെ എടുത്തുകൊണ്ട് ബേസ് ക്യാമ്പിലെ മെഡിക്കൽ സെന്ററിലേക്ക് ഓടി. കുറച്ചു സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡാനിയുടെ മുഖത്ത് ഭയം കണ്ടപ്പോൾ ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. പേടിക്കാനുള്ള സർ, വൈഫ് പ്രഗ്നന്റ് ആണ്, കൺഗ്രാറ്റ്സ്. ആ വാർത്ത കേട്ടതും ഭയത്തിന് പകരം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അവന്റെ ഉള്ളിൽ നിറഞ്ഞു. അവനോടി നിഹയുടെ അടുത്തേക്ക് ചെന്നു. അവൾ അപ്പോഴേക്കും പതിയെ കണ്ണുകൾ തുറന്നിരുന്നു. അവളെ കണ്ടതും ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ ചേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിയ പേടിയോടെ ചോദിച്ചു. അവനവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നിയ. ജൂനിയർ ഡാനി വരാൻ പോവാ. അവനവളുടെ കൈകൾ തന്നെ കൈക്കുള്ളിൽ അമർത്തി പിടിച്ചു. നിയയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവളുടെ കവിളുകളിൽ നാണത്തിന്റെ ചുവപ്പുടർന്നു. ഡാനി വീണ്ടും അവളെ വാരിപ്പണന്നു. ഈ ചായൻ ഹാപ്പിയാണോ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഡാനി അവളുടെ മുഖം കൈക്കുമ്പിലെടുത്തു. ആഴത്തിൽ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഹാപ്പിയാണെന്നോ? അതെന്ത് ചോദ്യം എൻ്റെ കൊച്ചേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം നീ എനിക്ക് തന്ന്. നീ ഡാനിയുടെ ഷോളിൽ തലവെച്ചിരുന്നു. ഡാനി കുസൃതിയോടൊന്നും ചിരിച്ചു. അവളുടെ കവിളിൽ പതുക്കെ തട്ടിക്കൊണ്ടവൻ പറഞ്ഞു. സത്യം പറഞ്ഞാ ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് റെഡിയാവുന്നു. നീ ആ നാണത്തോടെ തലാഴ്ത്തി ചിരിച്ചു. എന്നിട്ട് അവൻ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് പ്രതീക്ഷിച്ചില്ലെന്ന്? ഈ ചായം കാണിച്ചുവിട്ടിയ പരാക്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ റിസൾട്ട് വരാൻ വൈകില്ലല്ലോ. ഡാനി അവന്റെ കൈകൾ വളരെ ശ്രദ്ധയോടെ അങ്ങേയറ്റം ആർദ്രതയോടെ അവളുടെ വയറിൽ മെല്ലെ തഴി. അവന്റെ നോട്ടത്തിൽ ഒരച്ഛന്റെ സ്നേഹവും അവളെ ജീവനെ പോലെ കാത്തു സൂക്ഷിക്കുന്ന ഭർത്താവിന്റെ വാത്സല്യവും ഉണ്ടായിരുന്നു. അവൻ കുനിഞ്ഞ് അവളുടെ വയറിൽ മെല്ലെ ചുംബിച്ചു. ആ നിമിഷം നീയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ അവനെ വാരിപ്പിടിച്ചു. അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. അവൻ അവളെ ചേർത്ത് പിടിച്ച് ജനാർക്കരികിലേക്ക് നടന്നു. പുറത്ത് മഞ്ഞ് വീണെടുക്കുന്ന ആ വലിയ ലോകത്തേക്ക് നോക്കുമ്പോൾ അതിനപ്പുറം തങ്ങൾ കാത്തിരിക്കുന്ന പുതിയൊരു ജീവിതത്തിന്റെ പ്രകാശരശ്മികൾ അവർ കണ്ടു. ഡാനി അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ പതിയെ ഉമ്മവച്ചു. ആ മഞ്ഞുകാലം അവരുടെ പ്രണയത്തിന്റെ ചൂടിൽ ഇളം ചൂടുള്ള വസന്തമായി മാറുകയായിരുന്നു.